ഹേ ഗായ്സ്, ബിരിയാണി അതിന് ചിക്കൻ ആയാലും ബീഫ് ആയാലും മട്ടൺ ആയാലും നട്ടപ്പാരാത്രി എണീറ്റ് തന്നാലും ഞാൻ കഴിക്കും ഗൈസ്. 3 നേരം ബിരിയാണി കിട്ടിയാലും ഞാൻ ഹാപ്പിയാണ്. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യണേ. ഇന്ന് നമ്മൾ വീട്ടിൽ നല്ല സ്പെഷ്യൽ മട്ടൺ ബിരിയാണി ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ഈ ബിരിയാണിയുടെ ഒറിജിനൽ അങ്ങ് പേർഷ്യന്ന് വന്നതാണെന്നാണ് ഗൂഗിൾ അമ്മച്ചി പറഞ്ഞത്. ഇന്ത്യയിലെ ബെസ്റ്റ് ബിരിയാണി ഏതെന്ന് ചോദിച്ചപ്പോൾ സെക്കൻഡ് പ്ലേസ് നമ്മളെ കാലിക്കറ്റ് ബിരിയാണി. എനിക്ക് ബിരിയാണിയുടെ കൂടെ മുട്ടയും പപ്പടവും അച്ചാറും റൈത്ത എല്ലാം കൂടി ഉണ്ടെങ്കിൽ രസമുള്ളൂ. പക്ഷേ ഇതൊന്നും ഇല്ലെങ്കിലും നമ്മൾ തിന്നും. ഞാനും മൃദുലെ മാത്രമുള്ള നമ്മൾ ചെറിയ ക്വാണ്ടിറ്റിയിലാട്ടോ ഫുഡ് വെക്കുന്നത്. ഈ ചെറിയ ക്വാണ്ടിറ്റി ഫുഡ് വെക്കാനാണ് ഗൈസ് ഏറ്റവും കൂടുതൽ പാട്. ഈ കുക്കറി ബിരിയാണി തട്ടിക്കൂട്ടാൻ ഭയങ്കര എളുപ്പമാട്ടാ. സമയം കുറച്ച് മതി, സംഭവം നല്ല ടേസ്റ്റ്. അങ്ങനെ 3 വിസിൽ കേട്ടതിന് ശേഷം നമ്മൾ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിന്റെ കളറൊക്കെ നോക്ക്, കറക്റ്റ് വെള്ളമാണ്. ബിരിയാണി നമ്മൾ അങ്ങോട്ട് ചൂടോടെ അന്നനാളത്തോട്ട് ഇറക്കരുത്. കുറച്ച് നേരം നമ്മൾ അങ്ങോട്ട് പ്ലേറ്റിലോട്ട് വിശ്രമിക്കാൻ അനുവദിക്കും. അങ്ങനെ നമ്മൾ ഇനി കഴിക്കാൻ വേണ്ടി പോവുകയാണ് സുഹൃത്തുക്കളെ. മട്ടൻ ബിരിയാണി ദേ. അതെ, നോമ്പ് പിടിക്കുന്നവർ എല്ലാവരും എന്നിട്ട് ക്ഷമിക്കണം, എല്ലാവരും സ്കിപ്പ് ചെയ്തോട്ടാ. ആ ചോറും അതിൻ്റെ ഒരു മട്ടന്റെ പീസും കൂടി ഇങ്ങോട്ട് ഇളക്കിയിട്ട് കഴിക്കുമ്പോൾ ഒരു ഫീൽ ഉണ്ടല്ലോ ഗൈസ്, ഒരു രക്ഷയില്ലാട്ടോ. നല്ല സോഫ്റ്റ് മട്ടൺ ആയിരുന്നു. മൃദുലേക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ ഇന്നൊക്കെ ഇത്രയേ ഉള്ളൂ. ലവ് യു ആൻഡ് ബൈ.